രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മാരുതിം നമ തവ രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിൽ 56-ാം സർഗം ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ ആ നിമി മഹാരാജാവും വസിഷ്ഠ മഹർഷിയും പരസ്പരം ശപിച്ച് ദേഹത്യാഗം ചെയ്ത കഥകളാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ രാമൻ സംസാരിച്ചപ്പോൾ ലക്ഷ്മണൻ വീണ്ടും രാമനോട് ചോദിച്ചു, അല്ലേ രാമ, ദേവപൂജിതരായ ആ രാജാവും മഹർഷിയും പരസ്പരം ശരീരം വെടിഞ്ഞിട്ട് പിന്നെ വീണ്ടും എങ്ങനെയാണ്, ഇപ്പോൾ വസിഷ്ഠ മഹർഷിയൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് രാമചന്ദ്രൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറയാണ്. പരസ്പരം ശാപം കൊണ്ട് ദേഹം വെടിഞ്ഞത് ബോധനന്മാരായ ധാർമ്മികന്മാർ വായുഭൂതരായി വായുഭൂതരായി ശരീരമില്ലാതായ തേജസ്വിയായ മഹാമുനി വസിഷ്ഠൻ മറ്റൊരു ശരീരം ലഭിക്കുന്നതിന് വേണ്ടി അച്ഛൻ്റെ അടുത്തെത്തി. വായുഭൂതനും ധർമ്മജ്ഞനുമായ അദ്ദേഹം ദേവദേവൻ്റെ കാലിണ വിണങ്ങി പിതാമഹനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലേ ദേവദേവ, ബ്രഹ്മാണ്ഡകർത്താവേ ഭഗവൻ, നിമിഷാപത്താൽ ഞാൻ വിഗതദേഹനായി തീർന്നിരിക്കുകയാണ്. ദേഹമില്ലാത്തവർക്കൊക്കെ കടുത്ത ദുഃഖമുണ്ടാവുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു ദേഹം കൽപ്പിച്ചു തരണം എന്ന് അദ്ദേഹം ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. ബ്രഹ്മാവ് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലേ മഹാകീർത്തിമാനായ പുത്ര, മിത്രാവരുണന്മാരുടെ തേജസ്സിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവിടെയും ഹേ ദ്വിജോത്തമ, നീ അയോനിജനായിട്ട് ജനിക്കും. മഹത്തായ ധർമ്മത്താൽ നീ വീണ്ടും എനിക്ക് അധീനനായിത്തീരും എന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ആ ദേവന്മാരുടെ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം വരുണാലയത്തിലേക്ക് പോവുകയും ചെയ്തു. അക്കാലത്ത് ആ മിത്രൻ വരുണാധികാരം നടത്തിപ്പോരുന്ന കാലമായിരുന്നു. അതേ കാലത്ത് അപ്സരോത്തമയായ ഉർവശി തൊഴികളോടൊത്ത് എതിർച്ഛയ അവിടെ വന്നു ചേർന്നു. വരുണാലയത്തിൽ വിളയാടുന്ന ഈ സുന്ദരിയായ അവളെ കണ്ടിട്ട് വരുണന് അവളുടെ പേരിൽ അതിയായ ഹർഷമുളവായി. പത്മനേത്രയും ചന്ദ്രമുഖിയും അപ്സരോവരയുമായ അവളെ വരുണൻ മൈഥുനത്തിനായിട്ട് ക്ഷണിച്ചു എന്ന് പറയാണ്. വരുണനെ തൊഴുതുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു, സുരേശ്വര, ഞാൻ മുമ്പ് തന്നെ മിത്രനാൽ വിവാഹിതയാണ് എന്ന്. അപ്പോൾ മാനപരവശനായ വരുണൻ പറഞ്ഞു, ഈ തേജസ് ഞാൻ ദേവനിർമ്മിതമായ ഒരു കുംഭത്തിൽ വീഴ്ത്തും. ഹേ സുശ്രോണി, നീ ഞാനുമായി സംഗമം ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്നെ വീഴ്ത്തിയിട്ട് ഞാൻ നിന്നിൽ കൃതകാമനായിത്തീരും എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ രേതസ്സിനെ വീഴ്ത്തും എന്ന് പറഞ്ഞപ്പോൾ ഉർവശി സന്തോഷത്തോടുകൂടി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ്, എൻ്റെ ഹൃദയം അങ്ങയിലാണ് പ്രേമവും, കൂടുതൽ അങ്ങയോടാണ് പ്രഭു. ദേഹമാകട്ടെ നൽകിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ തേജസ്സിനെ വരുണൻ ഒരു കുംഭത്തിൽ ആക്കി എന്ന് പറയാണ്. എന്നിട്ട് ഉർവശി ആ മിത്രൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. മിത്രൻ കടുത്ത കോപത്തോടെ ഉർവശിയോട് പറഞ്ഞു, മുമ്പ് തന്നെ ഞാൻ നിന്നെ വിളിച്ചതാണ്, എന്നിട്ടും നീ എന്നെ വെടിഞ്ഞ് മറ്റൊന്നെ എങ്ങനെയാണ് കാന്തനായി വരിച്ചത്? ഈ ദുഷ്കൃതം കൊണ്ട് എൻ്റെ കോപത്താൽ വിവശയായി നീ മനുഷ്യലോകത്തിൽ പോയി ജനിക്ക് എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ബുദ്ധൻ്റെ മകനും കാശിയിലെ രാജാവുമായ പുരൂരവസ് എന്ന രാജർഷിയെ നീ മനുഷ്യനായ രാജാവിനെ നീ ഭർത്താവായി സ്വീകരിച്ച് ജീവിക്കുക എന്ന് മിത്രൻ അവളെ ശപിച്ചു എന്ന് പറയാണ്. അങ്ങനെ ശാപവശാൽ അവൾ പുരൂരവസ്സിൻ്റെ അടുത്തെത്തി ബുധൻ്റെ മുത്തപുത്രനായ പുരൂരവസ്സുമൊത്ത് പാർക്കുകയുമുണ്ടായി. അവളിൽ അദ്ദേഹത്തിന് ആയുസ് എന്ന പുത്രനുണ്ടായി എന്ന് പറയാണ്. ഇന്ദ്രസമപ്രഭനായ നഹുഷൻ ആ ആയുസ്സിൻ്റെ പുത്രനാണ്. സുരേശ്വരൻ വൃത്രനിൽ വജ്രം പ്രയോഗിച്ച് സന്തപ്തനായിട്ട് കഴിയുന്ന കാലത്ത് ആ നഹുഷനാണ് ഇന്ദ്രൻ്റെ പദവി വഹിച്ചത്. ആ ഉർവശിയുടെ ശാപം മൂലം ഭൂമിയിൽ പോയി അനേകം സംവത്സരം താമസിച്ചു. അങ്ങനെ ശാപമോക്ഷം കിട്ടിയപ്പോൾ അവൾ ഇന്ദ്രസദസ്സിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ള ആ ഉർവശിയുടെയും മിത്രാവരണന്മാരുടെയും ഒക്കെ കഥയാണ് ഈ സർഗത്തിൽ ഭഗവാൻ രാമചന്ദ്രൻ ലക്ഷ്മണനായിട്ട് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം.